നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അഫ്ഗാനി ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കനിലേക്ക് ആദ്യം തന്നെ കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഈ മല്ലിയില, പുതിനയില, പച്ചമുളക്, ഉള്ളി, കാഷ്യൂനട്ട് ഇത്രയും ചേർത്ത് അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ പേസ്റ്റാക്കിയത് ചിക്കനിലേക്ക് വെച്ച് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചാർക്കോൾ കത്തിച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഒന്ന് മൂടി വെച്ചെടുക്കാം. അരമണിക്കൂറിന് ശേഷം ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ഡ്രൈ ആക്കി എടുക്കണം, ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ആ ഫ്രൈ ആക്കിയതിന് ശേഷം ബാക്കി വന്ന മസാല ഇതിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ച് നല്ലൊരു ഗ്രേവി ആക്കി എടുക്കണം. അപ്പോൾ ചിക്കൻ ഫ്രൈ ആയി വന്നതിന് ശേഷം ഇതിലേക്ക് മസാല ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഒരു സെമി ഗ്രേവി ആകുന്നവരെ വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അഫ്ഗാനി ചിക്കൻ റെഡി. മസ്റ്റ് ട്രൈ.